നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളുടെയും, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികളുടെ പുണ്യ പുരാതന ആരാധനാലയം തന്നെയാണ്. അവിടെ നിൽക്കേണ്ട രീതി, സംസാരിക്കേണ്ട ഭാഷ, ചെയ്യേണ്ട പ്രവർത്തികൾ, ഇതിനെല്ലാം ഒരു ചട്ടക്കൂടുണ്ട്. അതിനപ്പുറത്തേക്ക് ചെയ്യുന്നതെല്ലാം നിയമലംഘനമാണ്. ദൈവവിശ്വാസികൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ദൈവലംഘനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന നടക്കുന്നതിനിടയിൽ അതിവിചിത്രമായി പെരുമാറി ഒരു യുവാവ്. അൾത്താരയിലേക്ക് കയറിയ യുവാവ് പാൻസ് അഴിച്ച് മൂത്രമൊഴിക്കുകയായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ആരാധനയിൽ പങ്കെടുക്കാനെത്തിയവർ എല്ലാവരും ഒന്ന് അമ്പരന്നു. പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും സാവധാനത്തിൽ യുവാവിനെ പള്ളിയിൽ നിന്നും പുറത്തെത്തിക്കുകയും ചെയ്തു. ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തതായും റിപ്പോർട്ടുകൾ ഇല്ല. അതേസമയം സംഭവത്തിന്റെ വീഡിയോ വൻതോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട്. ക്രൈസ്തവരുടെ, പ്രത്യേകിച്ചും കത്തോലിക്കർ പരിഭാവനമായി കരുതിപ്പോരുന്ന ദേവാലയമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ യുവാവിന്റെ പ്രവൃത്തി ഒട്ടും നിഷ്കളങ്കമല്ലെന്നും വിശുദ്ധ കുർബാനയെ അലങ്കോലപ്പെടുത്താൻ മനഃപൂർവ്വം ചെയ്ത കുറ്റമായി വേണം കരുതാനെന്നും പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. താൻ നടുങ്ങിപ്പോയെന്നായിരുന്നു മാർപ്പാപ്പയുടെ പ്രതികരണം. വത്തിക്കാൻ പ്രസ് ഓഫീസും സംഭവത്തിൽ ഇതുവരേക്കും വിശദീകരണം പുറത്തിറക്കിയിട്ടില്ല. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകി എത്തുന്നത്. വിശുദ്ധ പത്രോസിന്റെ കല്ലറയ്ക്ക് മുകളിലായാണ് കുംഭസാരത്തിന്റെ അൾത്താര സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് യുവാവ് മൂത്രമൊഴിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ഇതേ അൾത്താരയിൽ ഒരാൾ വലിഞ്ഞു കയറുകയും മെഴുകുതിരികളെല്ലാം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. 2023 ജൂണിൽ പോളണ്ട് സ്വദേശിയായ യുവാവും അൾത്താരയുടെ മുകളിൽ നഗ്നനായി കയറിയതും വിവാദമായിരുന്നു. യുക്രൈനിലെ കുരുന്നുകളെ രക്ഷിക്കുക എന്ന് പുറത്തെഴുതി വെച്ച ശേഷമാണ് യുവാവ് അതിക്രമം കാണിച്ചത്. ഇതിന് പിന്നാലെ അൾത്താര ശുദ്ധീകരിച്ച ശേഷമാണ് വത്തിക്കാൻ അധികൃതർ ആരാധന തുടങ്ങിയത്. കത്തോലിക്ക വിശ്വാസികൾ വളരെ ആരാധനയോടുകൂടി സംരക്ഷിക്കുന്ന ദേവാലയമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. അതിനാൽ യുവാവിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്നും വിശുദ്ധ കുർബാന അലങ്കോലപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട ഇയാളെ ശിക്ഷിക്കണം, വധിക്കണം എന്ന് പോലും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവത്തിൽ താൻ നടുങ്ങിപ്പോയെന്നായിരുന്നു മാർപ്പാപ്പയുടെ പ്രതികരണം. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരെത്തുന്ന ദേവാലയമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. വിശുദ്ധ പത്രോസിന്റെ കല്ലറയ്ക്ക് മുകളിലായി കുംഭസാരത്തിന്റെ അൾത്താര ഉള്ളത്. ഇവിടെയാണ് യുവാവ് മൂത്രമൊഴിച്ചതും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇത്തരത്തിൽ ഒരാളെ പിടിക്കുകയും അയാൾക്ക് കൃത്യമായ ശിക്ഷാ നടപടി കൊടുക്കുകയും ചെയ്തിരുന്നു. ശിക്ഷാ നടപടിക്ക് വിധേയമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഇതിന് നൽകണം, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്.